സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. നിലവിൽ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. മാനസ മനോജ് മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. അസിത, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ നിലവിൽ തുടരുകയാണ്. 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലവിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള മഴ ലഭ്യമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഇതേ രീതിയിലുള്ള മഴ ലഭിക്കുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. നിലവിൽ കേരള തീരത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള തീരത്ത് ജാഗ്രത നിർദ്ദേശമായി ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മാത്രമല്ല, മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കുമാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അപകട സാധ്യത മേഖലകളിലുള്ളവർ അധികൃതരെ അറിയിച്ച് നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരോടും ജാഗ്രത പാലിക്കാൻ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നദികളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നദീതീരത്ത് താമസിക്കുന്നവരും ഇത്തരത്തിൽ അപകട സാധ്യത മേഖലകളാണെങ്കിൽ അല്ലെങ്കിൽ പ്രളയ സാധ്യത മേഖലകളാണെങ്കിൽ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ മോശം കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മലയോര മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.